അടുത്ത ജെയിംസ് ബോണ്ട് സിനിമ ഉടനെ വരും നമുക്കറിയാം. പിന്നെ അത് കാസ്റ്റിംഗ് പരിപാടികൾ, ഇതിൻ്റെ പ്രീ പ്രൊഡക്ഷൻ വർക്കൊക്കെ നടക്കുന്നു നമുക്കറിയാം. പക്ഷേ ഇതുവരെ ഇതിനകത്ത് ഹീറോയിനെ ഇവർ സെലക്ട് ചെയ്തിട്ടില്ല. ഇപ്പോഴും അതിൻ്റെ ആ ഒരു റൂമേഴ്സ് നടക്കുന്നേ ഉള്ളൂ. ജെയിംസ് ബോണ്ട് സിനിമകളിൽ ബോണ്ടിനെ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റോളാണ് അതിനകത്ത് ഹീറോയിൻ എന്ന് പറയുന്നത്. അതായത് ബോണ്ട് ഗേൾ എന്ന് പറഞ്ഞാൽ അത് ഈ പറയുന്ന ഭയങ്കര സെക്സി ആയിട്ടുള്ള ഹോട്ടായിട്ടുള്ള ഒരു കിടിലൻ റോളാണത്. അതാരായിരിക്കും ചെയ്യാന്നറിയാനായിട്ട് നമുക്ക് ക്യൂരിയോസിറ്റി ഉണ്ട്. ഞാൻ കണ്ട 4 പേരുകളുണ്ട്. അപ്പം ആ 4 പേരുകൾ ഞാൻ പറയാം. ഈ 4 പേരിൽ നിങ്ങൾക്കാരാണ് അടുത്ത ബോണ്ട് ഗേളായിട്ട് വരിക എന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. എനിക്ക് ഇതിനകത്ത് ഒരാളെ ചൂസ് ചെയ്യാൻ പറ്റില്ല. അത്രയ്ക്ക് ടൈറ്റ് ആയിട്ടുള്ള 4 പേരാണ്. അപ്പം അതിലാദ്യത്തെ പേര് റെബേക്ക ഫെർഗൂസൺ ആണ്. നമ്മൾ മിഷൻ ഇമ്പോസിബിളിൽ പുള്ളിക്കാരുടെ ഹെവി സാധനം കണ്ടതാണ്. അപ്പം പിന്നെ ഡ്യൂണിൽ കണ്ടു. റെബേക്ക ഫെർഗൂസൺ ഭയങ്കര രസമുള്ള ഒരു ആക്ട്രസ്സാണ്. അതിപ്പം ആക്ഷൻ സീക്വൻസ് ചെയ്യുന്നതായാലും ആക്ടിങ്ങിലും പെർഫോമൻസിലും എല്ലാം കിടിലമാണ്. അപ്പം ഒന്ന് റെബേക്ക ഫെർഗൂസൺ, 2 ഞാൻ കണ്ടത് ഫ്ലോറൻസ് പ്യൂ ആണ്. ഫ്ലോറൻസ് പ്യൂവിനെ ഞാൻ പിന്നെ പ്രത്യേകിച്ച് എടുത്ത് പറയണ്ട, പുള്ളിക്കാരിയുടെ പെർഫോമൻസും പരിപാടികളൊക്കെ. അപ്പം രണ്ടാമത് കണ്ട പേര് ഫ്ലോറൻസ് പ്യൂ ആണ്. പിന്നെ മൂന്നാമത് കണ്ടത് സെൻഡയാണ്. സെൻഡയെ പറ്റിയിട്ട് ഞാൻ ഇനി എടുത്ത് പറയണം, പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമുണ്ടോ? സ്പൈഡർമാൻ കണ്ട അല്ലെങ്കിൽ ഈ പറയുന്ന യൂഫോറിയ കണ്ട എല്ലാവർക്കും അറിയാം ഏത് ലെവലാണ് എന്നുള്ളത്. പിന്നെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ സിഡ്നി സ്വീനിയാണ്. സിഡ്നി സ്വീനി അറിയാത്തതായിട്ട് ആരും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത്രയും അത്രയും പോപ്പുലറായിട്ടുള്ള ഹോളിവുഡിൽ ഇപ്പോൾ അത്രയും പോപ്പുലറായിട്ടുള്ള ഒരു ആക്ട്രസ്സാണ് സിഡ്നി സ്വീനി. അപ്പം ഈ 4 പേരിൽ ആരായിരിക്കണം നെക്സ്റ്റ് ബോണ്ട് ഗേൾ? നിങ്ങൾക്ക് ആര് വരണം എന്നാണുള്ളത് എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. എനിക്കൊരാളെ ചൂസ് ചെയ്യാൻ പറ്റില്ല, കാരണം അങ്ങനെയാണത്.